നിങ്ങൾക്ക് അഡ്വറൈൻ ഗ്രൂപ്പിന്റെ ഇതല്ലേ നിങ്ങൾക്ക് കിട്ടിയത്? റെക്കോർഡിംഗ് ഞാൻ തന്നത് ഈ ക്വസ്റ്റ്യൻ അല്ലായിരുന്നോ? അതെ, അഡ്വറൈൻ്റെ. ആ അതിനകത്ത് ഞാൻ ആക്സിഡന്റ് ആയി തലയിലൊക്കെ സ്റ്റിച്ച് ഒക്കെ ഇട്ടിരിക്കുന്ന ഞാൻ പിന്നെ അയച്ചു കഴിഞ്ഞിട്ടാണ് കണ്ടിട്ടുണ്ടാവില്ല, മുട്ടയൊക്കെ അടിച്ചിട്ട്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ഒന്ന് എന്നാടാ കണ്ടായിരുന്നു. അന്ന് ഞാൻ പിള്ളേര് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബൈക്ക് എടുത്ത് ഞാൻ ഓരോ പരിപാടി കാണിക്കുന്നതിന്റെ ഭാഗമായി വരുന്നതാണ്. ഞാൻ ക്ലാസ്സിലാണ്, അങ്ങോട്ട് വിളിക്കാം. എന്താ നിങ്ങളുടെ ബാക്കിയുള്ള പഠിത്തം എന്തായി? ഇതാണ് നമുക്കിനി റിസ്ക്കും കൂടെ ഉള്ളു കേട്ടോ. ഇൻട്രസ്റ്റ് കൂടെ കഴിഞ്ഞാൽ തീർന്നു, പോർഷൻ തീർന്നു. ബാക്കിയൊക്കെ സെറ്റ് ആണോ? തിയറി ഒക്കെ എവിടെന്നാ പഠിക്കുക? തിയറി ഞാനൊരു തിയറി ടെക്സ്റ്റ് ബുക്ക് വായിക്കണ്ട. നമ്മളുടെ ആ ഒരു PDF ഞാൻ തന്നിട്ടല്ലേ, ഒരു 64 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട്. അതിൽ തന്നെ 64 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിൽ നിന്ന് ഏതൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്, മനസ്സിലായോ? അപ്പൊ അത് ഞാൻ ഇത്ര നേരത്തെ തന്നത് നിങ്ങൾ ഇനി പഠിച്ചു തുടങ്ങി, ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. അപ്പൊ ഇനി ഓൾമോസ്റ്റ് ഒരു 1 month ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ദിവസവും ഈ 64 ക്വസ്റ്റ്യൻ തന്നെ ചില ക്വസ്റ്റ്യൻ ഒക്കെ റിപ്പീറ്റ് ആയിരിക്കും, ആൻസർ സെയിം ആയിരിക്കും, മനസ്സിലായോ? ക്വസ്റ്റ്യൻസ് ആണത്. ആ 64 ക്വസ്റ്റ്യനകത്ത് ചില ഇതിന്റെ ആൻസർ ഒക്കെ സെയിം ആണ്. സോ എഫക്റ്റീവ്ലി പറഞ്ഞ ഒരു 30 to 35 ക്വസ്റ്റ്യൻസ് അത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെ ആയിരിക്കും. പക്ഷെ ഒരു ഡിസ്കഷൻ രീതിയിൽ എങ്ങനെ എഴുതണം, അല്ലെങ്കിൽ ഞാൻ ലിറ്ററലി അത് ചെയ്തേക്കുന്നത് നമ്മുടെ തന്നെ റിവിഷൻ ഗില്ലിലെ ചില ആൻസേഴ്സ് കോപ്പി പേസ്റ്റ് ചെയ്താണ് ചെയ്തേക്കുന്നത്. അപ്പൊ ചിലതിനകത്ത് കമ്പനിയുടെ പേര് വെച്ചപ്പോ എങ്ങനെ എഴുതണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, മനസ്സിലാവും. പിന്നെ വരുന്ന ഡിസ്കഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സെനാരിയോ റിലേറ്റഡ് ആണ്. അവിടെ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടൊന്നും കാര്യമില്ല, മനസ്സിലായോ? അതെ, ടെക്സ്റ്റ് നോക്കുമ്പോ കൊറേ കാണുന്നുണ്ട്. അപ്പൊ ഏതാ പഠിക്കാൻ? ഇല്ല, അത് അങ്ങനെ ഇല്ല. നമ്മളിപ്പം കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ അപ്പൊ ലിറ്ററലി നിങ്ങൾ ഇപ്പം നോർമലി നമ്മൾ എസ്പെഷ്യലി പി ലെവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒന്നും അങ്ങനെ ഫോക്കസ് ചെയ്യണ്ട. ഇപ്പൊ നിങ്ങൾ കാൽക്കുലേഷൻസ് ചെയ്യാൻ അറിയാം, അതിന്റെ ഭാഗമായിട്ടുള്ള ഡിസ്കഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത് മതി. ടെക്സ്റ്റ് ബുക്ക് അത്രയും ഫുള്ളായിട്ടിരുന്ന് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കാരണം അത് വെറുതെ ടൈം വേസ്റ്റ് ആകത്തേ ഉള്ളൂ. കാരണം അത് വായിച്ചുകൊണ്ടിരിക്കും എങ്കിൽ അത് ആ സമയം കൊണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ കാൽക്കുലേഷൻ പാർട്ട് ചെയ്ത് പക്ക ആക്കുക. പിന്നെ തിയറി നിങ്ങൾക്ക് ഞാൻ ആ പറഞ്ഞ ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് തിയറിയും സ്കോർ ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് തിയറീസ്. പിന്നെ വരുന്ന ജനറൽ തിയറീസ് ആണ്. അതിപ്പോ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാലും ഇല്ലേലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് നിങ്ങൾ സെനാരിയോ വായിച്ചിട്ട് ഡിസ്കസ് ചെയ്യേണ്ട സാധനമാണ് കേട്ടോ. ടെക്നിക്കൽ ആർട്ടിക്കിൾസ് വല്ലതും? ടെക്നിക്കൽ ആർട്ടിക്കിൾസ് വേണം, അത് നമ്മൾ ഡിസ്കസ് ചെയ്യാം. റിവിഷന്റെ സമയത്ത് ഞാൻ ഡിസ്കസ് ചെയ്യാം. ഒരു ബിഫോർ 1 week ഓഫ് എക്സാം നമുക്ക് ടെക്നിക്കൽ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യാം. പിന്നെ എന്നാടാ ഇന്നലത്തെ ക്വസ്റ്റ്യനില് കോഡിങ്, അതില് ആ ബേസിസ് സംഭവം എനിക്ക് കാൽക്കുലേഷൻ എന്താണെന്ന് മനസ്സിലായി. പക്ഷെ ബേസിസ് ആ ഒരു കൺസെപ്റ്റ് എന്താണ്? ബേസിസ് എന്ന് പറയുന്നത് എന്താണ്, ഇപ്പം അവർ അസ്യൂം ചെയ്യുന്നത് ഈ എക്സ്ചേഞ്ച് റേറ്റ് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുവല്ലേ. അപ്പൊ ബേസിസ് എന്ന് പറയുന്നത് ഇത് ഏറ്റവും മിനിമം ഡിഫറൻസ് വരുന്ന എത്ര? 0.001. അതല്ല ഏറ്റവും മിനിമം ഡിഫറൻസ്. ഓക്കെ, സോ ആ ഡിഫറൻസ്, അപ്പം ആ ഡിഫറൻസ് ആണ് ഈ ബേസിസ് എന്ന് പറയുന്നത്. അപ്പൊ ബേസിസ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ആ ഓപ്ഷന്റെ വാല്യൂ, നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന സ്പോട്ട് റേറ്റും പിന്നെ ഫ്യൂച്ചറിലെ നമ്മൾ എടുക്കാൻ പോകുന്ന ജൂൺ ഓപ്ഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ ജൂൺ ഫ്യൂച്ചർ ആണെങ്കിൽ അത് തമ്മിലുള്ള ഡിഫറൻസ്. ആ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിനെയാണ് ബേസിസ് റിസ്ക് എന്ന് പറയുന്നത്. രണ്ട് പീരീഡ് തമ്മിലുള്ള ഒരു ഡിഫറൻസ്. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യുന്നത്, അപ്പം ഇപ്പൊ ലെറ്റ്സ് സേ ഞാൻ ഡിസംബറിലാണ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത്, മാർച്ച് ഫ്യൂച്ചർ ആണ് ഞാൻ എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ ഡിസംബറിൽ കോൺട്രാക്ട് എൻ്റർ ചെയ്യുമ്പോൾ സ്പോട്ട് റേറ്റും
ആ മാർച്ചിലെ ഫ്യൂച്ചറും തമ്മിലുള്ള ഡിഫറൻസിന്റെ ആണ് ബേസിസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ദ ടൈം ഇറ്റ് റീച്ചസ് മാർച്ച് ഈ ബേസിസ് റിസ്ക് കംപ്ലീറ്റ്ലി എന്താവും, 0 ആവും എന്നാണ് നമ്മുടെ അസംഷൻ. എന്ന് വെച്ചാൽ there will be no difference at the end of the day, there is no difference. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ അൺഎക്സ്പെക്ടഡ് ബേസിസ് ഒക്കെ വെച്ച് എന്ത് ചെയ്യുന്നത്. കാരണം മാർച്ചിൽ തന്നെ അല്ലായിരിക്കുമല്ലോ നമ്മുടെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ട്രാൻസാക്ഷൻ ചിലപ്പോൾ ഫെബ്രുവരിയിലായിരിക്കാം, ചിലപ്പോൾ മാർച്ച് 1st ആയിരിക്കാം, അല്ലെങ്കിൽ ജാനുവരി എൻഡിലായിരിക്കാം. അപ്പോൾ അന്നത്തെ റേറ്റ് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അൺഎക്സ്പെക്ടഡ് ബേസിസിലൊക്കെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Thank you. So ഓപ്ഷൻസിന്റെ ക്വസ്റ്റ്യൻസ് കുറവാണ്, ഞാൻ നോക്കട്ടെ. കൂടുതലൊരു ഫ്യൂച്ചേഴ്സ് ആണ് ചോദിക്കുന്നത്. ഓപ്ഷൻസിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. Just read this question. Kenduri company. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം 12 മാർക്സിന്റെ നമുക്ക് ഹെഡ്ജിങ് ചെയ്യാം. സോ അത് കഴിഞ്ഞിട്ട് ടാബുലർ അത് നമ്മൾ ഓൾറെഡി ചെയ്താണല്ലോ. മെട്രിക്സ് മൾട്ടിലാറ്ററൽ നെറ്റിംഗ് നമ്മൾ ഓൾറെഡി ചെയ്താണ്. നമുക്ക് ഹെഡ്ജിങ്ങിന്റെ പോർഷൻ നോക്കാം. സോ ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ് ക്വസ്റ്റ്യൻ. സോ വാട്ട്സ് ഇവിടെ എന്താണ്, നെറ്റ് റെസിപ്റ്റ് ആണോ പേയ്മെന്റ് ആണോ വരുന്നത്? Advise Kenduri company on and recommend appropriate hedging strategy for US cash flow to be received or pay in 3 months from Lucama company and show the relevant calculation. അപ്പൊ Lucama company ആയിട്ടുള്ള നോക്കിയേ. What's the receipt or payment from Lucama company? $4.5 2.1. So US dollar എത്രയാണ്? Kenduri company ഓവർ ചെയ്യുന്നത് 4.5 ആണ് അല്ലെ? Then തിരിച്ചോ 2.1. Lucama company owed by Lucama company to Kenduri എത്രയാണ്? 2.1. So ഇതെന്താണ്? Is it a net receipt or payment? Is it a net receipt or payment? Payment. Net receipt അല്ലേ? അതോ പേയ്മെന്റ് ആണോ? Net payment, right? Payment. Okay. So എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഹെഡ്ജിങ് മെത്തേഡ്സ് വന്നേക്കുന്നത്? ഫസ്റ്റ് വൺ, അവരെന്തെങ്കിലും സ്പെസിഫിക്കലി പറയുന്നുണ്ടോ ഇത് രണ്ടും ചെയ്യണം അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ?
ഇല്ലല്ലോ. ഇല്ല. So what are the different options we have? We have futures, sorry, forward contract, പിന്നെന്തുണ്ട്, മണി മാർക്കറ്റ് ഹെഡ്ജിങ്, പിന്നെ കറൻസി ഫ്യൂച്ചേഴ്സ് ആൻഡ് കറൻസി ഓപ്ഷൻസ്. സോ എല്ലാം ഇവിടെ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. ഫ്യൂച്ചേഴ്സിന്റെയും ഓപ്ഷൻസിന്റെയും എല്ലാത്തിന്റെയും വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, ഫ്യൂച്ചേഴ്സ് തന്നിട്ടില്ല, ഓപ്ഷൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, സോ ആദ്യം നമുക്ക് ഫോർവേഡ് കോൺട്രാക്ട് ചെയ്യാം. സോ ഫോർവേഡ് കോൺട്രാക്ട് വെച്ചിട്ട് ഇനി ഒന്ന് ഹെഡ്ജ് ചെയ്തേ. How will you hedge it using forward contract? How will you hedge it using forward contract? Forward 3-month forward rate la. Three months forward rate. So can you see the Excel? Can you see the Excel? Yes. Okay. So what's the net receipt? So net receipt or payment, it's a net payment. So net payment 2.4. Yes. Net payment എന്ന് പറയുന്നത് 4.5 million minus 2.1. So it is $2.4 ആണ് നിങ്ങളുടെ നെറ്റ് പേയ്മെന്റ് എന്ന് പറയുന്നത് അല്ലേ. So first one, if you are using forward contract, so നിങ്ങൾ forward contract ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ വാല്യൂ എത്ര വരും? പേയ്മെന്റ് ആണ്. സോ പേയ്മെന്റ് ആണ് നമ്മൾ ഏത് യൂസ് ചെയ്യണം? ഇറ്റ്സ് എ ട്രാൻസാക്ഷൻ ഹാപ്പനിങ് ബിറ്റ്വീൻ ഡോളർ ടു പൗണ്ട് അല്ലേ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് അല്ലേ? ഓക്കെ, ഡോളർ ടു പൗണ്ട് 3 months റേറ്റ് എത്ര ആണ് വരുന്നത്? വാട്ട്സ് ഡോളർ ടു പൗണ്ട് 3 months റേറ്റ്? ഡോളർ ടു പൗണ്ട് 3 months റേറ്റ് എത്ര വരും? 1.5996. 1. ക്വസ്റ്റൻ അതിൽ പറയുന്നുണ്ട് 3 months റേറ്റ് 1.5996 ഉണ്ട്, 1.6037 ഉണ്ട്. സോ ഇതൊരു പേയ്മെന്റ് ആണ് അല്ലേ? ഇതൊരു പേയ്മെന്റ് ആണ്. സോ ലിറ്ററലി ദാറ്റ് 2,400,000. ആ 2,400,000 നിങ്ങൾ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഫ്രം ഏത് കറൻസി ടു ഏത് കറൻസിയാണ് കൺവേർട്ട് ചെയ്യേണ്ടത്? ഫസ്റ്റ് കറൻസി ടു സെക്കൻഡ് കറൻസി അല്ലേ? സോ ഫസ്റ്റ് കറൻസി ടു സെക്കൻഡ് കറൻസി ആണ് നമ്മൾ ഡിവൈഡ് ചെയ്യണം. സോ ഇവിടെ 2 റേറ്റ്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? 1.5996 ഉണ്ട്, 1.6037 ഉണ്ട്. സോ പേയ്മെന്റ് ആണ് നിങ്ങൾ ഏത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം? വി ഹാവ് ടു ഡിവൈഡ് ഇറ്റ് വിത്ത് എ ലോവർ റേറ്റ്, എങ്കിലേ നിങ്ങളുടെ റിസൾട്ടിംഗ് ഫിഗർ ഒരു ഹയർ എമൗണ്ട് വരുത്തുള്ളൂ. സോ എത്രയാണ് റേറ്റ് വരുന്നത്? 1.5996. എത്ര വരും വാല്യൂ? 1500375. ക്ലിയർ ആണോ? Then money market hedging on ചെയ്തേ. The same way, do money market hedging. സാറ് ആണോ പറഞ്ഞു? നമ്മളെപ്പോഴും ഈ നമുക്ക് ലോസ് വരുന്ന പോലെ കൺവേർട്ട് ചെയ്യണത് വല്ല കമ്മീഷൻ കൊടുക്കണുണ്ടോ? എങ്ങനെയാണ് ഈ കൺവേർട്ട് ചെയ്യുമ്പോൾ? എപ്പോഴും ബാങ്ക് ആയിരിക്കും നമ്മൾ ഫേവറബിൾ സിറ്റുവേഷൻ. ബാങ്ക് വിൽ ബി ഓൾവേസ് ഇൻ എ വിന്നിംഗ് പൊസിഷൻ. ഓക്കെ, അപ്പൊ ബാങ്കിന് ഒരു കമ്മീഷൻ കൊടുക്കണ പോലെ ആ ബാങ്ക് അതുകൊണ്ടാണ് ഈ 2 റേറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ.
സോ ഇത് പേയ്മെന്റ് ആയതുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? മണി മാർക്കറ്റ് ഹെഡ്ജിംഗിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഓൾറെഡി അവിടെ ലയബിലിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യണം ആദ്യം? We have to create an asset. So amount to be invested in, എവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന? ഫോറിൻ കറൻസിയിൽ അല്ലേ? So what's the amount to be invested in dollars? എത്ര വരും? യുഎസിലെ ബോറോയിങ് റേറ്റ് എത്ര നോക്കിയേ? സോറി, ഇൻവെസ്റ്റിംഗ് റേറ്റ് എത്ര നോക്കിയേ? 3.1. So എത്രയാണ് amount to be invested വരുന്നത്? For how many months we have to invest it? എത്ര മാസം കഴിഞ്ഞ പേയ്മെന്റ് വരുന്നത്? 4 months അല്ലേ? 3 months. Okay. അപ്പൊ നിങ്ങളുടെ 3 monthsലെ റേറ്റ് കണ്ടുപിടിക്കാം. So literally the payment is 2.4 million ആണ്. So 2,400,000 divided by എന്ത് ചെയ്യുക? Borrowing rate ചെയ്യുക. So what's the borrowing rate? 3.1. 3.1, സോറി, ഇൻവെസ്റ്റിംഗ് റേറ്റ് ചെയ്യുക. 3.1 ഒരു വർഷത്തേക്കുള്ളതാണ്. അതിന് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? 3 monthsലേക്കുള്ള റേറ്റ് കണ്ടുപിടിക്കുക. സോ എത്ര വരും? 3.1 into 3/12. 0.775. 0.775 പെർസെന്റേജ് ആണോ? അതാ into raised to 3/12 അല്ലേ? raised to 3/12. 1.031 raised to 3/12. പ്രസന്റ് വാല്യൂ കണ്ടിരിക്കല്ലേ? അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 1.31% എന്ത് കണ്ടുപിടിക്കുക? 3 മാസത്തെ റേറ്റ് കണ്ടുപിടിക്കുക. എന്നുവെച്ചാൽ അത് വെച്ച് ഡിസ്കൗണ്ട് ചെയ്താൽ മതി. സോ ഇത് വരും. സോ ഇത് നമ്മൾ if you're converting into rate of interest, it will be 0.775. So 248,600 ആ ഒരു വാല്യൂ ആണോ വരുന്നത്? 241. Sorry, 238,1543. 1543 അല്ലേ? ഇതിന് നമ്മൾ ഇനി എന്ത് ചെയ്യണം? കൺവേർട്ട്. The amount needs to be converted to ഏതിലോട്ട് കൺവേർട്ട് ചെയ്യാം? പൗണ്ട്.
സോ അപ്പൊ ഏത് യൂസ് ചെയ്യുക? പേയ്മെന്റ് അല്ലെ. അപ്പൊ നമ്മൾ പേയ്മെന്റ് ആയതുകൊണ്ട് ഏത് യൂസ് ചെയ്യണം? വി ഹാവ് ടു യൂസ് ദ ലോവർ റേറ്റ് ഫോർ കൺവേർഷൻ. ഏതാണ്? സ്പോട്ട് റേറ്റ് ആണോ യൂസ് ചെയ്യുന്നത്? ഫോർവേഡ് റേറ്റ് ആണോ യൂസ് ചെയ്യുന്നത്? Spot. Yes. 1.5938. സോ എത്ര വരും അപ്പം? വാല്യൂ എത്ര വന്നു? 1494255. ക്ലിയർ ആണോ? Then total amount we borrow including interest എത്ര വരും? അപ്പോ ഈ എമൗണ്ട് ബോറോ ചെയ്യണം പ്ലസ് ഇൻട്രസ്റ്റ് എത്രയാണ്? നമ്മുടെ നാട്ടിലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, UK ഇൻട്രസ്റ്റ് എത്രയാണ്? 4 ആണ്. എത്ര മാസത്തേക്ക്? ഒരു വർഷത്തേക്ക്. അപ്പൊ ഇൻറ്റു 3/12 ചെയ്യുമ്പോൾ എത്ര വരും? 1%. സോ ആ ഇൻട്രസ്റ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. കോമ്പൗണ്ട് ഇറ്റ്. സോ 1 + 1%. സോ എത്ര വരും വാല്യൂ? 1509197 ആ വേണ്ടി വരും. ക്ലിയർ ആണോ? Is it clear everyone? Yes, sir. അപ്പോ നിങ്ങള് if you are using forward contract നിങ്ങൾക്ക് വരുന്ന നെറ്റ് പേയ്മെന്റ് എത്രയാണ്? 1500375. and if you choose for money market hedging, നിങ്ങൾ മണി മാർക്കറ്റ് ഹെഡ്ജിങ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ നെറ്റ് പേയ്മെന്റ് എത്ര ആയിരിക്കും? ഇറ്റ് വിൽ ബി 1509197. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ എന്താണ്? നെക്സ്റ്റ് നമുക്കുള്ളത് കറൻസി ഓപ്ഷൻ ആണ്. നെക്സ്റ്റ് വൺ വി ഹാവ് കറൻസി ഓപ്ഷൻ. സോ ഇവിടെ കറൻസി ഓപ്ഷൻസ് വരുമ്പോൾ നമ്മൾ എന്ത് നോക്കും ആദ്യം? സോ വി ഹാവ് ടു മേക്ക് ദ പേയ്മെന്റ് ഇൻ ഹൗ മെനി മന്ത്സ്? 3 months. അപ്പൊ നമ്മൾ ഏത് ഓപ്ഷൻ വേണം എടുക്കാൻ? 3 months എക്സ്പയറി ഉള്ള ഓപ്ഷൻ എടുക്കോ? 6 months എക്സ്പയറി ഉള്ള ഓപ്ഷൻ എടുക്കോ? 6 months. 6 months. എന്താ? തൊട്ടടുത്തുള്ള എടുക്കാനല്ലോ. അപ്പൊ 3 monthsലാണ് പേയ്മെന്റ് എങ്കിൽ തൊട്ടടുത്തുള്ള ഏതാണ്? 3 months എക്സ്പയർ ആവുന്ന കോൺട്രാക്ട് അല്ലേ? ഇപ്പൊ 4 months ആയിരുന്നു നിങ്ങളുടെ പേയ്മെന്റ് എങ്കിൽ നിങ്ങൾ ഏത് എടുത്തേനെ? 6 months എടുത്തേനെ. അപ്പൊ ഇത് ഹിയർ ദ പേയ്മെന്റ് ഈസ് മെയ്ഡ് ഇൻ 3 months. അപ്പൊ നമ്മൾ ഏത് എടുക്കണം? 3 months എക്സ്പയർ ആവുന്ന ഓപ്ഷൻ വേണം എടുക്കാൻ. ഓക്കെ. ഇനി ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ള ഏത് കറൻസിയിലാണ് നോക്കുക. ദ ഓപ്ഷൻ ഈസ് അവൈലബിൾ ഇൻ ഏതിലാണ്? ഏത് കറൻസിയിലാണ് ഓപ്ഷൻ അവൈലബിൾ? കോൺട്രാക്ട് സൈസ് നോക്കിയാൽ മതി. ഏത് കറൻസിയിലാണ് ഓപ്ഷൻ അവൈലബിൾ? പൗണ്ടില്. അപ്പോ നമ്മൾ ഇനി പുട്ട് ഓപ്ഷൻ ആണോ കോൾ ഓപ്ഷൻ ആണോ എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഹിയർ ഇറ്റ്സ് എ ഡോളർ റെസിപ്റ്റ് അല്ല ഡോളർ പേയ്മെന്റ് അല്ലെ? അപ്പൊ ഡോളർ പേയ്മെന്റ് ആകുമ്പോൾ നമുക്ക് ലിറ്ററലി എന്ത് ചെയ്യണം? വി നീഡ് ഡോളർ. വി ഹാവ് ടു ബൈ ഡോളർ ആൻഡ് സെൽ പൗണ്ട്. അപ്പൊ സെൽ പൗണ്ട് ആണ്. ആൻഡ് ഹിയർ ദ കോൺട്രാക്ട് ഓൾസോ ഇസ് അവൈലബിൾ ഇൻ പൗണ്ട് അല്ലെ? അപ്പൊ നമ്മുടെ സ്ട്രാറ്റജി എന്താ? സെൽ നൗ ബൈ ലേറ്റർ. അപ്പൊ ഫ്യൂച്ചർ ആയിരുന്നെങ്കിൽ ഇതായിരുന്നു നമ്മുടെ സ്ട്രാറ്റജി. ഇവിടെ ഓപ്ഷൻ ആണ്. അപ്പൊ സെൽ നൗ എന്ന് പറയുമ്പോൾ ഏത് ഓപ്ഷൻ എടുക്കണം? അപ്പൊ പുട്ട്. നമ്മളപ്പോ വി ഹാവ് ടു എൻ്റർ ഇൻടു പുട്ട് ഓപ്ഷൻ. അപ്പൊ നമ്മൾ ഏതിൽ ഇറങ്ങണം? പുട്ട് ഓപ്ഷൻ. അപ്പൊ നിങ്ങൾ ആദ്യം സ്ട്രാറ്റജി പറയണം. സോ ഹിയർ Kentucky company will enter into എത്ര മാസത്തെ പുട്ട് ഓപ്ഷൻ ആണ്? 3 months. 3 month put option to hedge against foreign. Clear ആണോ? Yes, sir. Okay. ഇത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇനി നമ്പർ ഓഫ് ഓപ്ഷൻസ് എത്രയാണെന്നൊക്കെ ഉള്ളത് നമ്മൾ നോക്കാം. സോ ഇവിടെ നമുക്ക് ആദ്യം 2 എക്സസൈസ് പ്രൈസ് ഉണ്ട്. 1.6 ഉണ്ട്, 1.62 ഉണ്ട്. ഓപ്ഷൻസിൽ എപ്പോഴും ഇങ്ങനെ 2 എക്സസൈസ് പ്രൈസ് കാണും. നമ്മൾ ഏത് എക്സസൈസ് പ്രൈസ് വേണം ചൂസ് ചെയ്യാൻ? നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ ഇവിടെ രണ്ടിലും ചെയ്ത് നോക്കാം.
ഓക്കെ, 2 എക്സസൈസ് പ്രൈസിലും ചെയ്ത് നോക്കാം. എന്നിട്ട് ഏതാണ് ഫേവറബിൾ എന്ന് നോക്കണം. ഓക്കെ, അപ്പൊ ഓപ്ഷൻസിൽ എപ്പോഴും ഇങ്ങനെ 2 എക്സസൈസ് പ്രൈസ് കാണും. അപ്പൊ 2 എക്സസൈസ് പ്രൈസിൽ നമുക്ക് ചെയ്യാം. സോ ഫസ്റ്റ് എക്സസൈസ് പ്രൈസ് എത്രയാണ്? 1.6. 1.6. 1.6 എങ്ങനെയാണ് ഹെഡ് ചെയ്തിരിക്കുന്നത്? 1.6 സെൻസ്, $1.6 പെർ പൗണ്ട് എന്നല്ലേ? അപ്പോ ഡോളർ 1.6 പെർ പൗണ്ട് അല്ലെ? സോ ഹൗ മെനി നമ്പർ ഓഫ് കോൺട്രാക്ട്സ്, എത്ര കോൺട്രാക്റ്റിൽ നമ്മൾ എൻ്റർ ചെയ്യണം? നമ്പർ ഓഫ് കോൺട്രാക്ട്സ് കണ്ടുപിടിച്ചേ. കാൽക്കുലേറ്റ് നമ്പർ. നമ്മുടെ പേയ്മെന്റ് ഏതിലാണ് കൊടുക്കേണ്ടത്? ഡോളറിലാണ്. അപ്പൊ $2,400,000 അതേ ഡിവൈഡ് ബൈ 62,500 ചെയ്യാൻ പറ്റുമോ? $2.4 million ഡിവൈഡ് ബൈ 62,500 ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇല്ല. കാരണം എന്താ? രണ്ടും വേറെ കറൻസിയില അല്ലെ? അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ഈ പറയുന്ന 2.4 million ഏതിലോട്ട് കൺവേർട്ട് ചെയ്യുക? We have to convert it to pound അല്ലെ? സോ പൗണ്ടിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഏത് വെച്ച് ഡിവൈഡ് ചെയ്യണം? നമ്മള് ചൂസ് ചെയ്ത എക്സസൈസ് പ്രൈസ് എടുക്കുക. സോ നമ്മൾ എത്രയാണ് ചൂസ് ചെയ്ത എക്സസൈസ് പ്രൈസ്? നമ്മൾ ചൂസ് ചെയ്ത ഓപ്ഷന്റെ എക്സസൈസ് പ്രൈസ് എത്രയാണ്? 1.6. അതിൽ കൺവേർട്ട് ചെയ്യുക. അപ്പൊ ഈ 1.6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ ഇവിടെ സംഭവിച്ചത്? ഇറ്റ് ഈസ് ഗിവൺ ഇൻ ഡോളേഴ്സ്. ഇപ്പൊ നമ്മൾ 1.6 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ അത് എന്തിലോട്ട് മാറി? സോ ഈ വാല്യൂ എന്തിലോട്ട് മാറിയതാണ്? പൗണ്ടിലോട്ട് മാറിയ വാല്യൂ ആണ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യാം? നിങ്ങളുടെ കോൺട്രാക്ട് സൈസ് വെച്ച് ഡിവൈഡ് ചെയ്യാം. എത്രയാണ് നിങ്ങളുടെ ഒരു കോൺട്രാക്ടിന്റെ സൈസ്? 62,500. 62. സോ എത്ര കോൺട്രാക്ട്സ് വരും? നമ്പർ ഓഫ് കോൺട്രാക്ട്സ് വിൽ ബി 24 അല്ലേ? Is it clear? Yes. Okay. ഇനി ഇത് ഓപ്ഷൻ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് എന്ത് പേ ചെയ്യേണ്ടി വരും? ആദ്യം തന്നെ Premium. Yes, in advance we have to make premium. So how will you calculate the premium? 3 months expired premium എത്രയാണ്? 2.08 എന്നാണ് പറഞ്ഞത് അല്ലേ? Is it clear? Can you reply in the chat? Yes, sir. ഈ 2.08 എന്ന് പറയുന്നത് ഡോളർ ആണോ? അല്ല. This 2.08 എന്ന് പറയുന്നത് സെൻസ് ആണ്. കണ്ട അവര് പ്രീമിയം കോട്ട് ചെയ്തേക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഇൻ സെൻസ് അല്ലെ? അപ്പൊ അതിന് നമ്മൾ ഡോളറിലോട്ട് ആക്കുമ്പോ എത്ര വരും? സെന്റ് എന്ന് വെച്ചാൽ ഇപ്പൊ പൈസ എന്ന് പറയുന്ന പോലെയാണ്. ഓക്കെ, 100 പൈസ, $1, 1 രൂപ എന്ന് പറയുന്ന പോലെ 100 സെൻസ് ആണ് $1 എന്ന് പറയുന്നത്. അപ്പൊ ഈ 2.08 നമ്മൾ ഡോളറിലോട്ട് ആക്കുമ്പോൾ എന്ത് വരും? 0.00208 എന്ന് പറയും. ക്ലിയർ ആണോ? ഒരു കോൺട്രാക്ടിന്റെ മണ്ടയ്ക്ക് നമുക്ക് വരുന്ന പ്രീമിയം എത്രയാണ്? ഒരു പൗണ്ടിന്റെ മണ്ടയ്ക്ക് നമുക്ക് വരുന്ന ഒരു പൗണ്ട് കൺവേർഷൻ നമുക്ക് വരുന്ന പ്രീമിയം എത്രയാണ്? പ്രീമിയം ഒന്നും കൂടെ പറയോ? എങ്ങനെയാണ് 0.00208 കിട്ടിയെന്നാണോ? ആ 2.08 എങ്ങനെയാ വന്നാണ്? അവിടെ നമ്മള് പുട്ട് ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്തത്. ആൻഡ് ഇറ്റ് ഈസ് വി ഹാവ് യൂസ്ഡ് എക്സസൈസ് പ്രൈസ് 1.6. അപ്പൊ അതിന്റെ മാച്ച്, അതിന്റെ പ്രീമിയം എത്രയാണ് വന്നേക്കുന്നത്? 2.08. മനസ്സിലായോ രഞ്ജിത്തെ? ആ പ്രീമിയം കിട്ടിയത് മനസ്സിലായോ? 2.08 നമ്മൾ 6 month എക്സ്പയർ 6 month അല്ലേ എടുത്തേ? അല്ലല്ല 3 months ആ ഞാൻ പറഞ്ഞത് ആദ്യമേ.
കാരണം 3 മന്ത്സിലാണ് പേയ്മെന്റ് കൊടുക്കേണ്ടത്. അപ്പൊ 3 മന്ത്സ് കോൺട്രാക്ട് വേണം എടുക്കാൻ. 4 മന്ത്സിലേക്കുള്ളതൊക്കെ ആണെങ്കിലാണ് 6 മന്ത്സ് എടുക്കുന്നത്. മനസ്സിലായോ? അല്ല, അപ്പോ കഴിഞ്ഞ ദിവസം സാർ പറഞ്ഞത് എപ്പോഴാണ് എക്സ്പയർ ആവുന്നത് അതിന്റെ അടുത്ത് എടുക്കാനല്ലേ? അതിന്റെ അടുത്ത്. അപ്പൊ ഇവിടെ 3 മന്ത്സിൽ എക്സ്പയർ ആവുന്നു, അപ്പൊ 3 മന്ത്സ് തന്നെ എടുക്കാം. ഓക്കെ, മനസ്സിലായോ? ഇപ്പൊ 2 മന്ത്സ് ആണെങ്കിൽ 3 മന്ത് എടുക്കും. 5 ആണെങ്കിൽ നമ്മൾ ഏതെടുക്കും? 6 എടുക്കും. 4 ആണെങ്കിലും 6 എടുക്കും. മനസ്സിലായോ? പക്ഷെ ഇത് 3 മന്ത്സ് ആണ്, അപ്പൊ 3 തന്നെ എടുക്കാം. ഓക്കെ. സോ 0.00208 ഇൻറ്റു എത്ര കോൺട്രാക്ട്സ് ഉണ്ട്? 24. ഒരു കോൺട്രാക്ട് നമ്മൾ എത്രയാണ് ഹെഡ് ചെയ്യുന്നത്? ഒരു കോൺട്രാക്ട് നമ്മൾ എത്ര ഹെഡ് ചെയ്യുന്നത്? 62,500. മനസ്സിലായോ? അപ്പൊ ടോട്ടൽ പ്രീമിയം എത്ര വരും? ടോട്ടൽ പ്രീമിയം എത്രയാണ്? 31,200. അപ്പൊ നമ്മള് സെന്റിനെ 2.08നെ ഡോളറിലോട്ട് ആക്കിയ 0.0208 ഇൻറ്റു 24 ഇൻറ്റു 62,500. ക്ലിയർ ആണോ? ഇപ്പൊ കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് is it in pound or dollars? ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ is it in pound or dollars? പൗണ്ട്. പ്രീമിയം ഈ പ്രീമിയം കിട്ടിയത് പൗണ്ടിലാണോ ഡോളറിലാണോ? പൗണ്ട്. പൗണ്ടാ? ഒന്ന് നോക്കിയേ. ഇവിടെ ഒരു പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരും. നിങ്ങളപ്പം ആ കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യുക? ഇതെങ്ങനെ കോട്ട് ചെയ്തേക്കുന്നത് നോക്കുക. ദ പ്രീമിയം ഈസ് കോട്ടഡ് ഇൻ ഡോളർ ടു പൗണ്ടിലാണ് അല്ലെ? 24 എന്ന് പറയുന്ന നമ്പർ ആണ്, അതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല. 62,500 എന്ന് പറയുന്നത് ഏതാണ്? പൗണ്ട്. അപ്പോ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ റിസൾട്ടിംഗ് ഫിഗർ ഏതായാലും വരുന്നത്. മനസ്സിലായോ? നിങ്ങക്ക് തന്നേക്കുന്ന പ്രീമിയം ഇവർ കോട്ട് ചെയ്തേക്കാൻ എങ്ങനെയാടാ? ഡോളർ ടു പൗണ്ടിലാണ്. ഇൻറ്റു 24 ചെയ്തു. നിങ്ങളുടെ കോൺട്രാക്ട് സൈസ് ഏതിലാണ്? പൗണ്ടിലല്ലേ ഡീനു? ഓക്കെ. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പം മൾട്ടിപ്ലൈ ചെയ്തപ്പോ എന്ത് പറ്റും? അപ്പോ ഈ ഡോളറും ഈ പൗണ്ടും ക്യാൻസൽ ആവും. റിസൾട്ടിംഗ് ഫിഗർ ഏതിലായിരിക്കും വീണ്ടും കിട്ടുന്നത്? ഡോളറിൽ. അപ്പൊ എപ്പോഴും പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് പ്രീമിയം ഡോളറിലാണോ അറിയേണ്ടത്? വി നീഡ് ടു നോ ദ വാല്യൂ ഇൻ പൗണ്ട്. അപ്പൊ പൗണ്ടിലോട്ട് ആക്കിയതിനെ ഏതിൽ കൺവേർട്ട് ചെയ്യണം? നിങ്ങൾ എന്നാ പ്രീമിയം കൊടുക്കുന്നേ? 3 മാസം കഴിഞ്ഞിട്ടാണോ? അല്ല, പ്രീമിയം നമ്മൾ എന്നാ കൊടുക്കുന്നത്? സ്റ്റാർട്ടിങ്ങില്. അപ്പൊ എന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് യൂസ് ചെയ്യണം? സ്പോട്ടിലെ. ഇതൊരു എപ്പോഴും പ്രീമിയം എന്ന് പറയുന്ന പേയ്മെന്റ് അല്ലേ? അപ്പൊ ഏത് യൂസ് ചെയ്യാം? സ്പോട്ടിലെ പേയ്മെന്റിന്റെ റേറ്റ് യൂസ് ചെയ്യാം. ഇത് ഡിവൈഡ് ആണ്. അപ്പൊ ഏത് യൂസ് ചെയ്യണം? 1.5938 യൂസ് ചെയ്യും. മനസ്സിലായോ? എന്താണോ? മനസ്സിലായി. ഓക്കെ. അപ്പൊ നമ്മുടെ വാല്യൂ എത്ര വരും? 1957.588 അങ്ങനെ ഒരു വാല്യൂ വരും. ക്ലിയർ ആണോ? Then next one, പ്രീമിയം പേബിൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി എന്താണ് വേണ്ടത്?
നമ്പർ ഓഫ് കോൺട്രാക്ട്സ് കണ്ടുപിടിച്ചു, പ്രീമിയം പേബിൾ കണ്ടുപിടിച്ചു. Then what else we have to calculate? Total. Yes, ഇനി നിങ്ങളുടെ ടോട്ടൽ പേയ്മെന്റ്സ് നോക്കാം. So total payments എത്ര വരും? നിങ്ങളുടെ എക്സസൈസ് പ്രൈസ് എത്രയാണ്? വാട്ട്സ് യുവർ എക്സസൈസ് പ്രൈസ്? 1.6. 1.6. അപ്പോൾ 1.6 നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നത്. സോ അപ്പൊ എങ്ങനെ വരും? മൊത്തം നമ്മളിൽ എത്ര ഉണ്ടായിരുന്നു? 2,400,000 ഉണ്ടായിരുന്നു. ഇഫ് യു ആർ കൺവേർട്ടിംഗ് അറ്റ് 1.6 നമ്മളിൽ എത്ര പോവും? ഇത്രയും എമൗണ്ട് വരും. അതിന്റെ കൂടെ ഇനിയും പ്രീമിയം കൂടെ വരുമ്പോ എത്രയാണ്? വാട്ട്സ് പ്രീമിയം? 19,576. സോ ടോട്ടൽ വാല്യൂ എത്രയാണ്? 15,1976. ക്ലിയർ ആണോ? Is it clear? Yes, sir. Yes, sir. ഇനി ഇതേപോലെ എക്സസൈസ് പ്രൈസ് 1.62 വെച്ചിട്ടൊന്ന് ചെയ്യാം. ഒന്ന് ചെയ്ത് കാണിച്ചേ. So if the exercise price is 1.62, എങ്ങനെ വരും? എന്തൊക്കെ ചേഞ്ച് വരും? നമ്പർ ഓഫ് കോൺട്രാക്ട്സ് എത്ര ആയിരിക്കും അവിടെ? is equal to 2,400,000 divided by എന്ത് ചെയ്യുക? 1.62. ഇതിനെ എന്നിട്ട് നമ്മൾ എന്തും കൂടെ ഡിവൈഡ് ചെയ്യും? 62,500. കോൺട്രാക്ട് സൈസ് 62,500. അപ്പൊ 23 എത്ര വരും? 7. കൺവേർട്ട് ചെയ്യണ്ട. എന്നടാ കൺവേർട്ട് ചെയ്തല്ലോ. ചെയ്തോ? കൺവേർട്ട് ചെയ്യും. ഓക്കെ. അപ്പൊ നമ്മൾ എപ്പോഴും 23 പോയിന്റ്സ് എന്നോട് നമുക്ക് കോൺട്രാക്ട് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. സോ ഒന്നെങ്കിൽ നിങ്ങൾ 23 എടുക്കുക, അല്ലെങ്കിൽ 24 എടുക്കുക. കേട്ടോ? ഓക്കെ. ഇപ്പൊ നമ്മൾ 24 എടുത്താൽ എന്താവും? അത് ഓവർ ഹെഡ്ജ് ആയി പോകും. 23 എടുത്തു കഴിഞ്ഞാൽ അത് അണ്ടർ ഹെഡ്ജ് ആയി പോകും. മനസ്സിലായോ? കാരണം ശരിക്കും നമുക്ക് എത്ര കോൺട്രാക്ട് വേണം കംപ്ലീറ്റ്ലി ഹെഡ്ജ് ചെയ്യണമെങ്കിൽ? 23.7. പക്ഷെ നമ്മളിപ്പോ 23 എടുക്കുവാണെങ്കിൽ, ലെറ്റ്സ് സേ ഇപ്പൊ 23 കോൺട്രാക്ഷൻ എടുക്കുവാണെങ്കിൽ ബാക്കി എമൗണ്ട് എന്താണ്? നമ്മൾ ഹെഡ്ജ് ചെയ്യുന്നില്ലല്ലോ, അല്ലെ? ആ 0.7 ഡിഫറൻസ് നമ്മൾ ഹെഡ്ജ് ചെയ്യുന്നുണ്ടോ ആക്ച്വലി? ഇല്ല. സോ ആ ഡിഫറൻസ് നമ്മൾ എന്ത് വെച്ച് ഹെഡ്ജ് ചെയ്യും? എപ്പോഴും മനസ്സിലാക്കുക. അപ്പൊ ഈ ഓപ്ഷന്റെ കേസിലോ അപ്പം ഫ്യൂച്ചറിന്റെ കേസിലോ ഒക്കെ നമുക്ക് ഹെഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, കാരണം ഒരിക്കലും ഒരു കംപ്ലീറ്റ് ഹെഡ്ജ് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വിൽ യൂസ് ഫോർവേഡ് കോൺട്രാക്ട്. ഫോർവേഡ് കോൺട്രാക്ട് വെച്ചിട്ടായിരിക്കും ആ അണ്ടർ ഹെഡ്ജഡ് ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ ഹെഡ്ജ് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ. സോ എത്രയാണ് എമൗണ്ട് നോട്ട് ഹെഡ്ജഡ് എന്ന് കണ്ടുപിടിച്ചേ? എമൗണ്ട് നോട്ട് ഹെഡ്ജഡ് എത്ര ആയിരിക്കും ഇവിടെ വരുന്നത്? എൻ്റെ കയ്യിൽ 23 കോൺട്രാക്ട്സ് ഉണ്ട്. 23 ഇൻറ്റു കോൺട്രാക്ട് സൈസ് എത്രയാണ് വരുന്നത്? 62,500. അതിനെ ഞാൻ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യാം? എക്സസൈസ് പ്രൈസ് വെച്ചിട്ട് ഡോളറിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അത് എത്രയേ വരുന്നുള്ളൂ? ഇറ്റ് ഈസ് 232,850. പക്ഷെ ആക്ച്വലി എനിക്ക് എത്രയാണ് ഹെഡ്ജ് ചെയ്യേണ്ടത്? 2,400,000. സോ ലിറ്ററലി എനിക്ക് എത്രയാണ് ഞാൻ അണ്ടർ ഹെഡ്ജഡ് എമൗണ്ട് എത്രയാണ്? $71,250 ഞാൻ ഹെഡ്ജ് ചെയ്യുന്നില്ല. മനസ്സിലായോ? ഇതിനെ ഞാൻ എന്ത് യൂസ് ചെയ്ത് ഹെഡ്ജ് ചെയ്യുക? യൂസിങ് ഫോർവേഡ് കോൺട്രാക്ട്. അപ്പൊ ഫോർവേഡ് കോൺട്രാക്ടിന്റെ റേറ്റ് എത്രയാണ്?
നമ്മൾ ഏത് റേറ്റ് യൂസ് ചെയ്യും? ഈ പറയുന്ന 1.5996 അത് യൂസ് ചെയ്യും. കാരണം അതാണ് ഡിവൈഡ് ചെയ്യേണ്ട റേറ്റ് 1.5996. സോ ക്ലിയർ ആണോ? Then ഇനി ബാക്കിയുള്ള നോർമൽ പേയ്മെന്റ്സ് വരിക. എത്രയാണ് പ്രീമിയം പേബിൾ കണ്ടുപിടിച്ചേ? വാട്ട്സ് ദ പ്രീമിയം പേബിൾ ഹിയർ? 1.62ന്റെ 3 months പുട്ട് ഓപ്ഷൻ എത്രയാണ്? എത്രയാണ് വരുന്നത്? 3.42. പക്ഷെ അത് ഡോളർ ആണ്. അതിനെ ഡിവൈഡ് ബൈ എന്ത് ചെയ്യണം? 100. ഇപ്പൊ 0.03. കാരണം ഡോളറിലോട്ട് ആക്കുമ്പോൾ 0.03 വരും. അതേ ഇൻറ്റു എത്ര കോൺട്രാക്ട്സ് ഉണ്ട്? 23 കോൺട്രാക്ട്സ് മൾട്ടിപ്ലൈഡ് ബൈ ഒരു കോൺട്രാക്റ്റിൽ എത്രയാണ്? 62,500. പക്ഷെ നമുക്കറിയാം അത് ചെയ്യുമ്പോൾ മുമ്പേ ചെയ്ത ആ കാര്യം ഓർക്കുക. ദ റിസൾട്ടിംഗ് ഫിഗർ വിൽ ബി ഇൻ ഡോളേഴ്സ്. അതിനെ നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? പൗണ്ട്. അപ്പൊ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുക? 1.62. ഇവിടെ ഏതാണ്? 1.62 വേണം യൂസ് ചെയ്യാൻ. ക്ലിയർ ആണോ? സോറി, പ്രീമിയം പേയബിൾ ഏതിലാണ് കൺവേർട്ട് ചെയ്യുന്നത്? Spot rate. So it will be 1.5938. 1.5938. So എത്ര വരും വാല്യൂ? 30846 എന്ന് പറഞ്ഞൊരു വാല്യൂ വരും. ക്ലിയർ ആണോ? Yes. Okay. So what's your total payment? Total payments നാഥ് എന്തൊക്കെ വരും ഇനി? നിങ്ങളപ്പം ആക്ച്വലി ഈ പറയുന്ന 23 കോൺട്രാക്ട്സ് വെച്ചിട്ട് നമ്മൾ എത്ര ഹെഡ് ചെയ്യുന്നുണ്ട്? 23 കോൺട്രാക്ട്സ് വെച്ചിട്ട് നിങ്ങൾ എത്ര ഹെഡ് ചെയ്യുന്നേ? What's your payment amount? So how will you calculate it? 24,000 divided by in the year 2,400,000 divided by 1.62. ഇത് മൊത്തം നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ ലിറ്ററലി നിങ്ങൾ എത്ര ഹെഡ്ജ് ചെയ്യുന്നുള്ളൂ? യു ആർ ഓൺലി ഹെഡ്ജിങ് ഫോർ 23 ഇൻറ്റു എന്ത് ചെയ്യണം? 62,500. സോ നിങ്ങൾ ആക്ച്വലി എത്ര ഹെഡ്ജ് ചെയ്യുന്നുള്ളൂ? 143,700. അത്രയല്ലേ ഹെഡ്ജ് ചെയ്യുന്നുള്ളൂ? അതിന്റെ കൂടെ ഇനി എന്തൊക്കെ വരും? പ്രീമിയം പിന്നെ എമൗണ്ട് നോട്ട് ഹെഡ്ജ്ഡ് യൂസിങ് ഫോർവേഡ് കോൺട്രാക്ട്. അപ്പൊ എല്ലാം കൂടെ എത്ര വരും പേയ്മെന്റ്? 151,288. മനസ്സിലായോ? എമൗണ്ട് നോട്ട് ഹെഡ്ജ് നമ്മൾ ഹെഡ്ജ് ചെയ്തോ? അതല്ലേ ഫോർവേഡ് കോൺട്രാക്ട് വെച്ച് ഹെഡ്ജ് ചെയ്തു. നമ്മളിവിടെ യൂസ് ചെയ്ത റേറ്റ് 1.596 എന്ന് പറഞ്ഞ റേറ്റ് ഏതാണ്? ഫോർവേഡ് കോൺട്രാക്ടിന്റെ റേറ്റ്. മനസ്സിലായി? അപ്പൊ എപ്പോഴും എമൗണ്ട് നോട്ട് ഹെഡ്ജിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് റേറ്റ് ആയിരിക്കും? വിൽ ബി യൂസിങ് ഫോർവേഡ് കോൺട്രാക്ട്. ക്ലിയർ ആണോ? ഇതാണ് ഓപ്ഷനും ഫ്യൂച്ചേഴ്സും നമ്മൾ വ്യത്യാസം. അപ്പൊ ഓപ്ഷൻ വരുമ്പോ എന്തോ വരും? പ്രീമിയത്തിന്റെ ആ ഒരു സിറ്റുവേഷനോട് വരും. ക്ലിയർ ആണോ? സാറേ എമൗണ്ട് നോട്ട് ഹെഡ്ജിന്റെ അവിടെ ഒന്ന് സെല്ല് വെച്ച് കഴ്സർ വെച്ച്. ആക്ച്വലി ഹെഡ്ജ് ചെയ്യേണ്ടത് 2.4 million ആയിരുന്നു. പക്ഷെ നമ്മൾ ലിറ്ററലി 23 into 62,500 മൾട്ടിപ്ലൈഡ് ബൈ 1.62. അതാണ് നമ്മുടെ എക്സസൈസ് പ്രൈസ്. അത് വെച്ച് നോക്കും. 2400 നമുക്ക് ഹെഡ്ജ് ചെയ്യേണ്ടത് ഹെഡ്ജ് ചെയ്യുന്നത് നമുക്ക് ഹെഡ്ജ് ചെയ്യാൻ പറ്റുന്ന 23 കോൺട്രാക്ട്സ് വെച്ചിട്ട് ഹെഡ്ജ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ടിന്റെ വാല്യൂ കുറച്ചു ആക്ച്വലി ഹെഡ്ജ് ചെയ്യേണ്ട എമൗണ്ടിൽ നിന്ന്.
ആക്ച്വലി ഹെഡ്ജ് ചെയ്യേണ്ടത് $2.4 million പക്ഷെ ലിറ്ററലി നിങ്ങൾ ഹെഡ്ജ് ചെയ്യുന്നത് അതിനേക്കാളും കുറവായിരിക്കും. സോ എത്ര ആണ് ആക്ച്വലി ഹെഡ്ജ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 23 × 62,500. അത് പൗണ്ടിലാണ്. അതിനെ കൺവേർട്ട് ചെയ്ത് ഡോളറിലോട്ട് മാറ്റി നോക്കുക അറ്റ് ദ എക്സസൈസ് പ്രൈസ്. ഓക്കെ ഓക്കെ. മനസ്സിലായോ? എന്നിട്ട് നമ്മൾ ആ അണ്ടർ ഹെഡ്ജ് എമൗണ്ടിനെ എന്താ വെച്ച് ഹെഡ്ജ് ചെയ്തു? ഫോർവേഡ് വെച്ച്. ഫോർവേഡ് വെച്ചിട്ട്. ക്ലിയർ ആണോ? ക്ലിയർ നിവേദ്, നീനോ? യെസ് സർ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമ്മൾ ഓപ്ഷന്റെയും ക്വസ്റ്റ്യൻ ചെയ്തു, ഫ്യൂച്ചർ ചെയ്തു, ദെൻ മണി മാർക്കറ്റ്, ഫോർവേഡ്. അപ്പൊ ഇത് ഇത്രയാണ് നോർമലി ഇതിൽ വരുന്നത്, കറൻസിയിൽ വരുന്നത്. കേട്ടോ? സോ മെത്തേഡ് ക്ലിയർ ആണല്ലോ? സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമുക്ക് നാളെ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു സർ. താങ്ക് യു സർ. Thank you, sir.